എന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. കൂടാതെ ഇന്ന് നമ്മളോടൊപ്പം മറ്റൊരു അതിഥി കൂടിയുണ്ട്. CMC സഭാംഗമായ സിസ്റ്റർ വിമൽ റോസ്. സിസ്റ്ററെയും ഏറെ സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. സിസ്റ്ററെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഓട്ടിസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. കുട്ടികളുമായിട്ടുള്ള ബന്ധപ്പെട്ട അല്ലെങ്കിൽ കുട്ടികളുടെ വികാസഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇതിലൊരു കാര്യമാണ് ഈ ഓവർ അറ്റാച്ച്മെൻറ്റ് വരുന്നത്. ഇത് അവരുടെ സാമൂഹ്യമായിട്ടുള്ള ജീവിത രീതികൾ വളരെയധികം ബാധിക്കുന്നില്ലേ? നമ്മൾ നമ്മുടെ ക്ലിനിക്കുകളിലൊക്കെ ഈ അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് കൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ ഒക്കെ ഒത്തിരി ഡീൽ ചെയ്യുന്നതാണ്. ഇവിടെ നമ്മളിപ്പോൾ നേരത്തെ ഓട്ടിസം പറഞ്ഞപ്പോഴത്തേക്കും അല്ലെങ്കിൽ ഓട്ടിസത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ അവിടെ നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്തൊരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അതായത് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്, പക്ഷെ ഇവർക്കൊരു ഇമോഷണൽ ബോണ്ടിങ് കിട്ടുന്നില്ല. ഒരു ഇമോഷണൽ ബോണ്ടിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഇവരോട് കൂടുതൽ അടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു കാര്യവുമുണ്ട്. അപ്പോൾ അത് പ്രത്യേകമായിട്ടുള്ള ഇപ്പോൾ ഈ പറയുന്ന ന്യൂറോ ഡെവലപ്മെൻറ്റിൽ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് വരുന്നത്. അപ്പം അല്ലാതെയും കുട്ടികൾക്ക് അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ മാതാപിതാക്കൾ വിദേശത്ത് ജോലിക്ക് പോകുന്നു. അതായത് മാതാപിതാക്കൾ മക്കളുടെ കൂടെ ഇല്ലാത്തൊരവസ്ഥ. അപ്പം ഇവിടെയും കുറേ കുട്ടികളിൽ ഈ അറ്റാച്ച്മെൻറ്റ് ഡിഫിക്കൽട്ടി ആൻഡ് ഒരു അറ്റാച്ച്മെൻറ്റ് ഡെഫിസിറ്റ് നമ്മൾ കാണുന്നുണ്ട്. ഇത് പലപ്പോഴും കുട്ടികളുടെ സാമൂഹികമായിട്ടുള്ള വളർച്ചയെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഈ ഓട്ടിസം എന്ന് പറഞ്ഞാൽ ആ ഒരു അവസ്ഥയിലിരിക്കുന്ന കുട്ടിക്ക് ശരിക്കും അറ്റാച്ച്മെന്റാണ് ആവശ്യം തോന്നുന്നു അല്ലേ? ഇത് നെഗറ്റീവ് അവരുടെ ഒരു ബിഹേവിയറിലൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമ്മൾ കൂടെ ഉണ്ടാവണം. പക്ഷെ നേരെ തിരിച്ച് നോർമലായിട്ടുള്ള ഒരു കുട്ടിയിലേക്ക് എത്തുകയാണെങ്കിൽ ഈ അറ്റാച്ച്മെന്റ് അവരെ പലപ്പോഴും ഈ സിസ്റ്റർ പറഞ്ഞ പോലെ പല രീതിയിലും ബാധിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്ന സെക്യൂർ അറ്റാച്ച്മെന്റ് ഉണ്ട്, ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ് ഉണ്ട്, ഒരു നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവോയ്ഡൻസ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ മാതാപിതാക്കളുടെ സമയമില്ലായ്മ, അതുപോലെ തന്നെ ഓവർ സ്ട്രെസ്, ഇതെല്ലാം കുട്ടികളോടുള്ള ആ ഒരു സമീപനത്തെ ബാധിക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം അറ്റാച്ച്മെന്റ് ഉണ്ടാകണമെങ്കിൽ ഫിസിക്കൽ പ്രോക്സിമിറ്റി ഉണ്ടാവണം. അതായത് അടുത്തായിരിക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ ഇടപെടേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഇമോഷൻസിനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇവിടേക്കാണ് ഒരു അറ്റാച്ച്മെന്റ് സിസ്റ്റം വരുന്നത്. അറ്റാച്ച്മെന്റ് വരുന്നത് കൊണ്ട് ഒരു വ്യക്തിയുടെ സെൽഫ് എസ്റ്റീമിനെയും സെൽഫ് കോൺഫിഡൻസിനെയാണ് അത് സാരമായിട്ട്, അതായത് പോസിറ്റീവായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ കൂടുതൽ സമയം നമ്മളോടൊപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ നമ്മളോടൊരു ഇമോഷണൽ വാംത്തുള്ളവർ കൂടുതൽ സമയം ഇടപെടുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ സ്വഭാവത്തെ ഒത്തിരിയേറെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇപ്പം നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ മനസ്സിലാവുന്നൊരു കാര്യമാണ് അച്ഛനമ്മമാർ കൂടെയുള്ള കുട്ടികളുടെ സ്വഭാവവും അച്ഛനമ്മമാർ കൂടെയില്ലാത്ത കുട്ടികളുടെ സ്വഭാവവും തമ്മിലൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ടൊക്കെ സാധിക്കും. നല്ല മാറ്റങ്ങളാണോ അതോ? അതായത് അച്ഛനമ്മമാര് കൂടെയുള്ളവർക്ക് സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി സെക്യൂർ ഫീലിംഗ് അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിന് വിപരീതമായിട്ട് കോൺട്രഡിക്ടറി ഫാക്ടേഴ്സ് ഉണ്ട് കേട്ടോ. കാരണം നമ്മളിങ്ങനെ പറയാം ഈ മാതാപിതാക്കൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ പ്രശ്നങ്ങളും ഒച്ചപ്പാടും ബഹളവും അവർ തമ്മിൽ മാനസികമായിട്ട് പൊരുത്തക്കേടുകൾ ഉണ്ട് എങ്കിൽ അത് കുട്ടികളെ ബാധിക്കുന്നുണ്ട്. അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ മറ്റുള്ളവർ അതിനെ കൈകാര്യം ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഇതിപ്പോൾ ഒരു സംശയം തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ആണോ? എങ്ങനെയാണ് നമ്മൾ ഇവരുമായിട്ട് അടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവർക്ക് നമ്മൾ കൊടുക്കേണ്ടത്? സിസ്റ്റർക്ക് അങ്ങനെയുള്ള ഏതെങ്കിലും ആയിട്ടുള്ള ഒരു ബന്ധമുണ്ടോ? ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറയാം ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ. ഇപ്പം പാരൻസിനോടുള്ള നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ്, സിബ്ലിങ്സിനോടുള്ള ഹെൽത്തി റിലേഷൻഷിപ്പ്, ഒപ്പം കുടുംബത്തിലുള്ള മറ്റുള്ളവരോട്, കസിൻസ്, ഈവൻ നെയ്ബേഴ്സ്, സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ടീച്ചേഴ്സ്. അപ്പോൾ അത്തരം ഹെൽത്തി റിലേഷൻഷിപ്പ് എന്താണെന്ന് കുട്ടികൾ അറിയുന്നത് എപ്പോഴും
കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എപ്പോഴും ഈ ഒരു നല്ല പോസിറ്റീവ് അറ്റാച്ച്മെൻറ്റിന് കാരണമാകും തോന്നുന്നു. അത് ആവശ്യമാണ്. അല്ലെങ്കിൽ ഇപ്പം ഫ്രണ്ട്സ് അങ്ങനെ അവർ വേണ്ട ഇവർ വേണ്ട എന്നൊക്കെ പാരൻസ് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികളുടെ മനോഭാവം തന്നെ മാറിപ്പോകും. ഒരു പക്ഷേ ഒരു വൈകല്യമുള്ള അല്ലെങ്കിൽ നല്ല സ്വഭാവം ഇല്ലാത്ത ഒരു ഫ്രണ്ടിനെയും നിൻ്റെ കൂടെ കൂട്ടണം, അവനെയും കൂടി നിനക്ക് നന്നാക്കാം, അല്ലെങ്കിൽ നല്ലത് പറഞ്ഞു കൊടുക്കണം, നീ ഒരു മാതൃകയാകണം എന്നൊക്കെ പാരൻസ് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഫ്രണ്ട്സിനോടുള്ള അറ്റാച്ച്മെൻ്റ് ഒരു പോസിറ്റീവായിട്ട് വരാൻ വഴിയുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര ഒരു ഡിസ്ട്രാക്റ്റഡ് ആകുന്ന ഒരു പ്രകൃതവുമായി അവരോട് കൂട്ടുകൂടരുത് എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ നമ്മള് ഈ മനഃശാസ്ത്രത്തിൽ തന്നെ അറ്റാച്ച്മെന്റ് തിയറീസ് ഉണ്ട്. അതായത് എങ്ങനെയുള്ളൊരു അറ്റാച്ച്മെന്റ് ആണ് നമ്മളെ വളർത്തുന്നത് എന്നൊക്കെയുള്ള ഒരു രീതിയിൽ അവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഏതൊരു കുഞ്ഞും ലോകത്തിലേക്ക് ജനിച്ചു വീഴുമ്പോഴത്തേക്ക് ഹെൽപ്ലെസ് ആണ്. അതായത് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്താണ് ആ കുഞ്ഞ് വളരുന്നത്. അപ്പോൾ ആ വളരുന്ന ഒരു സമയത്ത് കുഞ്ഞിന് ഒത്തിരി നീഡ്സ് ഉണ്ട്, ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ഒരു നീഡ്സ് മീറ്റ് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ അവൻ്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവളുടെ ആവശ്യങ്ങൾ അവിടെ നിറവേറ്റപ്പെട്ട് കഴിയുമ്പോൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആരാണോ അത് നിറവേറ്റിയത് അവരുമായിട്ടൊരു ബോണ്ടിങ് വരും. അപ്പോൾ നമ്മൾ ഈ തിയറീസൊക്കെ പഠിക്കുമ്പോൾ ഒരു കുഞ്ഞിന് ആദ്യമായിട്ടൊരു ബോണ്ടിങ് വരുന്നത് അമ്മയോടാണ്. കാരണം കുഞ്ഞിന് വിശക്കുന്നു എന്നൊരു നീഡ്, ഭക്ഷണം വേണം എന്നൊരു നീഡ്, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് അമ്മയാണ്. അപ്പോൾ ആ ഒരു അമ്മ കൊടുക്കുന്ന ആ കുഞ്ഞിന് കൊടുക്കുന്ന ഭക്ഷണം, നമ്മൾ പറയുന്ന ആ ബ്രസ്റ്റ് ഫീഡിങ് കാലഘട്ടമാണ് ഒരു മനുഷ്യ വ്യക്തിക്ക് ആദ്യമായിട്ടൊരു അറ്റാച്ച്മെന്റ് ഫീലിംഗ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു അമ്മയോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ് ആദ്യം വളരുന്നത്. അപ്പൊ അവിടെ ഈ അമ്മയിൽ നിന്നും ആ കുഞ്ഞിന് സുരക്ഷിതത്വമായിട്ടുള്ളൊരു അടുപ്പം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീടുള്ള കാലഘട്ടങ്ങളിലും ആ കുഞ്ഞിന് ആ അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് വരും. ഈ അറ്റാച്ച്മെന്റ് ഇഷ്യൂസ്, അതായത് ഒരാളെ എനിക്ക് ആശ്രയിക്കാൻ പറ്റുമോ, അയാളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നതിൻ്റെ ഉത്തരമാണ് അറ്റാച്ച്മെന്റ്. അപ്പം എനിക്ക് അങ്ങനെ ഒരാളെ അങ്ങനെ ആശ്രയിക്കാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എപ്പോഴും നമുക്കുണ്ടാകുന്ന സസ്പീഷ്യസ്നെസ് ആണ്. അതായത് ഒരു തരം ഡൗട്ടാണ്, ഇയാൾ എന്നെ നന്നാക്കാനാണോ അല്ലെങ്കിൽ എനിക്ക് എന്നെ വളർത്താനാണോ തളർത്താനാണോ നോക്കുന്നത്. അപ്പോൾ ഇത് കുട്ടികളിൽ തന്നെയാണെങ്കിലും മറ്റുള്ളവരോടുള്ള ആ ഒരു അടുപ്പത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയും അറ്റാച്ച്മെൻറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം അമ്മയുമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയാറില്ലേ, ഇപ്പോൾ അമ്മമാർ, പ്രത്യേകിച്ച് തീരെ ചെറിയ കുഞ്ഞുങ്ങളുള്ള അമ്മമാരെ നമ്മൾ സെക്യൂറായിട്ട് നോക്കണം. കാരണം അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർ കംഫർട്ടബിൾ ആയിരിക്കുമ്പോഴാണ് അവരിടപെടുന്ന കാര്യങ്ങൾക്കും അല്ലെ കുഞ്ഞിനും ഒരു കംഫർട്ടബിൾ സോൺ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. കുഞ്ഞുങ്ങളെ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. സാധാരണ ഒരു പ്രാവശ്യം എന്നോടൊരു സ്ത്രീ പറഞ്ഞൊരു കാര്യമാണ്, ഡെലിവറിയൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിലാണ്. അപ്പം എല്ലാവരും കാണാനായിട്ട് വരുന്നു. ആദ്യം എല്ലാവരും കാണാനായിട്ട് പോകുന്നതും എല്ലാവരും നോക്കുന്നതും കാര്യങ്ങൾ കമൻറ്റ് പറയുന്നതും കുഞ്ഞിനെയാണ്. പക്ഷെ ഒരു അമ്മയ്ക്ക് കിട്ടേണ്ട ആ ഒരു സ്നേഹമോ അടുപ്പമോ അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ ഒരു കംഫർട്ട്നെസ്സോ മറ്റുള്ളവരിൽ നിന്ന് അമ്മയ്ക്ക് കിട്ടുന്നില്ല. അപ്പം ആ ഒരു സമയത്തൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഈ പോസ്റ്റ്മോർട്ടം ഡിഫിക്കൽട്ടീസ്. അത് പോസ്റ്റ്മോർട്ടം ഒരു ഡിസോർഡറിലേക്ക് പോകാം, അതായത് ഡിപ്രഷൻ പോലുള്ള ഡിസോർഡറിലേക്ക് പോകാം. അപ്പം അവിടെ കുഞ്ഞുങ്ങൾക്ക് അതൊരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം അമ്മ ഒരു സമയത്ത് കംഫർട്ടല്ല, അമ്മ ഒരു സമയത്ത് അമ്മയുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ, അമ്മയുടെ മറ്റു പെരുമാറ്റ കാര്യങ്ങളെല്ലാം ഡിസ്റ്റോർട്ടഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അമ്മയ്ക്കൊരു കുഞ്ഞിനെ നോക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ അടുത്തിടയ്ക്കൊരു സ്റ്റഡി നടത്തിയതിൽ ഞങ്ങൾ മനസ്സിലാക്കിയൊരു കാര്യം, ഏർലി സ്റ്റേജസിൽ കാണുന്ന ടെമ്പർ ടാൻട്രംസ്, അതായത് പിടിവാശി, ദുർവാശികൾ, മറ്റുള്ളവരുമായിട്ട് ഒന്ന് ഒരുമിച്ച് പോകാൻ പറ്റാത്ത അവസ്ഥ, മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കുന്ന ഒരവസ്ഥ, പഠിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തൊരവസ്ഥ, സാധനങ്ങൾ നശിപ്പിക്കുന്നൊരവസ്ഥ, ഇങ്ങനെയുള്ള സ്റ്റബേൺ ക്യാരക്ടറുകൾ കാണുന്ന കുട്ടികളുടെ ഈ അവരുടെ ജനിച്ച ഒരു സമയത്തേക്ക് പോകുമ്പോൾ അമ്മമാർ കൂടുതൽ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അത് ഈ കുട്ടികളുടെ
ഒരു ബിഹേവിയർ പ്രോബ്ലത്തിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം അറ്റാച്ച്മെൻറ്റിലുണ്ടായ പ്രശ്നമാണ്. പിന്നെ ആദ്യം അമ്മയോട് അറ്റാച്ച് ചെയ്യപ്പെടുന്ന കുഞ്ഞ് പിന്നീട് കെയർ ടേക്കേഴ്സ് ആരാണ്, ഇപ്പം മാതാപിതാക്കൾ, ഇപ്പോൾ പിതാവിനോട് അല്ലെങ്കിൽ അച്ഛനോട് അടുക്കുന്നു. ഇത് പറഞ്ഞ പോലെ ഇപ്പോൾ മാതാപിതാക്കൾ നാട്ടിലില്ലാത്ത കുട്ടികൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു സ്നേഹവും വാത്സല്യമൊന്നും കിട്ടാത്ത കുട്ടികളാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പുറത്തുള്ള ആളുകൾ ചെറിയ എന്തെങ്കിലും പറയുമ്പോഴേക്കും അവരിലേക്ക് എത്തിപ്പോകുന്ന അല്ലെങ്കിൽ പല തരത്തിലുള്ള അപകടങ്ങളിലേക്കും പോകുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. ഇത് നമ്മൾ അങ്ങനെയുള്ള അപകടങ്ങളിലേക്ക് കുട്ടികളെ വിടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെറിയ കാലഘട്ടങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത്? കാരണം നമ്മൾ ഓർക്കേണ്ട കാര്യം, കുട്ടികൾ എപ്പോഴും സെൻസിറ്റീവാണ്. ഒരു ചെറിയ ഇഷ്യൂവിൽ പോലും ഇപ്പം നമ്മൾ സൂക്ഷ്മമായിട്ട് നമ്മൾ നോക്കിയാൽ അറിയാം. ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളിൽ ആരെങ്കിലും ഒരാൾ ഒരു കാര്യം നന്നായിട്ട് ചെയ്തു, അപ്പോൾ എല്ലാവരും കൂടി ആ കുട്ടിയെ ഒന്ന് നോക്കിയത് മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റേ കുട്ടി കരയാനായിട്ട് തുടങ്ങും. കാരണം നമ്മൾ പറയും കുഞ്ഞിനോടൊന്നും ഞാൻ പറഞ്ഞില്ല, കുഞ്ഞ് അവിടെ നിപ്പുണ്ടായിരുന്നു. പക്ഷേ കുട്ടികൾ ഏറ്റവും കൂടുതൽ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. കുട്ടികളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു മൈക്രോ സെൻസിറ്റിവിറ്റി എന്ന് പറയും. നമ്മുടെ ഫേസിലേക്ക് നോക്കിയിട്ട് നമ്മുടെ കണ്ണുകൾ ചലിക്കുന്നത് പോലും കുട്ടികൾ ഒപ്പിയെടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പ്രധാനമായിട്ടും ഒരു നോൺ ബയാസ്ഡ് ആയിട്ടുള്ള ഇൻ്ററാക്ഷൻ വീടുകളിൽ ഉണ്ടാകാനായിട്ട് നോക്കണം. ചിലപ്പോൾ നമ്മൾ ഓർക്കും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്നൊരു കുട്ടി ഉണ്ടാവും, നന്നായിട്ട് പഠിക്കുന്നു, അമ്മ ഒരു കാര്യം പറഞ്ഞാൽ അത് കേൾക്കുന്നു, വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു കുട്ടിയെ നമ്മളിങ്ങനെ സ്വാഭാവികമായിട്ടും എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളപ്പോൾ ചെയ്യുന്നത് അടുത്തൊരു കുട്ടിയെ ഒരു സാമൂഹ്യ വിരുദ്ധനായിട്ടോ അല്ലെ ഒരു പ്രോബ്ലമാറ്റിക് ചൈൽഡായിട്ട് നമ്മൾ കൊണ്ടുവരികയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് വീടുകളിലാണ് പക്ഷപാതമില്ലാതെ കുഞ്ഞുങ്ങളോട് ഇടപഴകാനായിട്ട് ആ ഒരു അറ്റാച്ച്മെന്റ്, സെക്യൂർ അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യാനായിട്ട് നോക്കണം. ഈ കുടുംബത്തില് ലഭിക്കാതിരിക്കുന്നതാണ് അവർ മറ്റുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ പോയി അന്വേഷിക്കാൻ മനസ്സിലാവും. പ്രത്യേകിച്ച് അട്രാക്റ്റഡ് ആകുന്നത് അങ്ങനെയാ. പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് സെക്സ് ഒക്കെ ആയിട്ട് വഴി തെറ്റി പോകുന്നത്, അവർക്ക് അങ്ങനെ അന്ധമായി പോകുന്നത് പോലെ പോവുകയാണ് അവർ ഈ അട്രാക്ഷനും കൂടുമ്പോൾ, അല്ലെങ്കിൽ ആ സ്നേഹത്തിന് വേണ്ടി. സിസ്റ്റർ പറഞ്ഞത് കറക്റ്റാണ്. അപ്പൊ അവിടേക്കാണ് നമ്മൾ ഈ ഡ്രഗ്സിലേക്കൊക്കെ കുട്ടികളുടെ ഒഴുക്ക്. കാരണം അവർക്കൊരു സന്തോഷമോ സമാധാനമോ കിട്ടുന്നില്ല, അവർ ഒറ്റപ്പെട്ടു പോകുന്നു, അവർക്ക് മറ്റുള്ളവരെ പോലെ ഒരു വൈബിലേക്ക് വരാനായിട്ടൊക്കെ സാധിക്കാതെ വരുമ്പോൾ അവർ മറ്റു ചില കാര്യങ്ങളിലേക്ക് ക്ലിങ് ആയി പോകുന്നു. അപ്പോൾ ഒരു ഡ്രഗ്സിലേക്കൊക്കെ പോകാനുള്ള ഈ ഗേറ്റ് വേസ് ഉണ്ടാകുന്നത് ഒരു നല്ലൊരു പോസിറ്റീവ് അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്തതിൻ്റെ ഒരു കാരണമായിട്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു കുടുംബത്തിൽ തന്നെ ചിലപ്പോൾ ചില വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളുണ്ടാവാം, പഠനത്തിൽ കുറച്ച് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുണ്ടാവാം. അപ്പം ഇവരൊക്കെ ഉണ്ടാകുമ്പോഴും മറ്റുള്ള കുട്ടികളെയും കൂടി ഇവരോടൊപ്പം വളർത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 3 കുട്ടികളോ 4 കുട്ടികളോ ഉള്ള വീടുകളിൽ ഇപ്പം ഇളയ കുട്ടികൾക്കായിരിക്കും കുറച്ചും കൂടി ഇവരായിട്ട് മാതാപിതാക്കളൊക്കെ ആയിട്ടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുക. ഇവരെങ്ങനെയാണ് ഒരുപോലെ ഡീൽ ചെയ്യാൻ പറ്റുക? നമ്മളവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്പം മുതിർന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 3 കുട്ടികളുള്ളൊരു വീട്ടിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഏതെങ്കിലും ഒരു ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ ചിലപ്പോൾ മാതാപിതാക്കൾ ഓവർ ഫോക്കസ് ആ കുഞ്ഞിന് തന്നെ കൊടുക്കുന്നു, മറ്റുള്ള കുട്ടികളെ ശ്രദ്ധിക്കാതെ പോകുന്നു. ഇപ്പം ചില കുട്ടികളുടെ അക്കാഡമിക്കൽ പ്രോബ്ലംസ് ഒക്കെ ആയിട്ടൊക്കെ വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അക്കാഡമിക്കലി അത്രയും താഴേക്ക് പോകാനുള്ള കാരണമില്ല, കാരണം ഇൻ്റലക്ച്വലി ഓക്കെയാണ്. പക്ഷെ അവർക്ക് കിട്ടേണ്ട ഒരു സ്റ്റിമുലസ്, അതായത് ആ ഒരു കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ട ഒരു നോട്ടം, ശ്രദ്ധ കിട്ടാതെ പോകുന്നു. അപ്പം അത് നമ്മൾ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാതാപിതാക്കൾ മാത്രമല്ല കേട്ടോ, അവിടെ ടീച്ചേഴ്സിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം വീടുകളിലെ അവസ്ഥ നമുക്കറിയാം. ഇപ്പം മാതാപിതാക്കൾ അവർക്ക് ജോലി കാര്യങ്ങൾ, തിരക്ക് കാര്യങ്ങളായിട്ട് പോകുന്നു. അതിൻ്റെ ഇടയ്ക്കായിരിക്കും ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ളൊരു കുഞ്ഞുള്ളത്, അല്ലെങ്കിൽ മറ്റു കണ്ടീഷൻസ് ഉള്ളൊരു കുട്ടിയുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ ഒരു കുഞ്ഞിനൊരു ഹോംവർക്ക് പൂർത്തിയാക്കി സ്കൂളിലേക്ക് വരാൻ പറ്റിയില്ല എന്ന് വരും. സ്കൂളിലേക്ക് വരുമ്പോഴത്തേക്ക് ടീച്ചർ എല്ലാവരോടും ജനറലായിട്ടായിരിക്കും ചോദിക്കുന്നത്, ഹോംവർക്ക് ചെയ്തോ? ഇല്ല. അപ്പം ഇല്ല എന്ന് പറയുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഒരേപോലെ കാണുന്ന ഒരു കാഴ്ചപ്പാട്
ടീച്ചേഴ്സിന് മാറണം. അത് പറഞ്ഞപ്പോൾ ശരിക്കും മാതാപിതാക്കൾ മാത്രമല്ല, ഒരു 5 വയസ്സ് അല്ലെങ്കിൽ 4 വയസ്സ് കഴിഞ്ഞാൽ കൂടുതൽ ടൈം അവർ സ്കൂളുകളിലാണ്. അപ്പോൾ ഈ അമ്മയും അച്ഛനും പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർ എപ്പോഴും ഇപ്പോൾ ഒരു 32 36 കുട്ടികളൊക്കെ ചിലപ്പോൾ ഒരു ക്ലാസ്സിലുണ്ടാവും. ഇവരെ ഒരേ രീതിയിൽ കാണാനും ഇവരോട് ഒരേ രീതിയിൽ അറ്റാച്ച്മെൻറ്റ് കാണിക്കാനും ഇവർക്ക് സാധിക്കണമെങ്കിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാം? അപ്പം നമുക്കതൊരു ഒരേ രീതിയിൽ നമ്മൾ അറ്റാച്ച്മെൻറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിൾ, അല്ല, നമുക്കത് പറ്റില്ല. പക്ഷേ ഓരോ കുട്ടിയെയും പേഴ്സണലായിട്ട് അറിയാനായിട്ട് ഒരു ടീച്ചർ ശ്രമിച്ചു കഴിഞ്ഞാൽ അവന് കൊടുക്കേണ്ട അല്ലെങ്കിൽ അവൾക്ക് കൊടുക്കേണ്ട ഒരു ഇമോഷണൽ വാംത്ത് കൊടുക്കാൻ ഒരു ടീച്ചറിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു കുട്ടി വീട്ടിലെ സാഹചര്യം വെച്ച് ആ കുഞ്ഞിന് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് വരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഇൻ്റലക്ച്വലുള്ള കപ്പാസിറ്റി കുറവുള്ളത് കൊണ്ട് മറ്റു കുട്ടികളോടൊപ്പം ആ ഒരു കോമ്പീറ്റായിട്ട് വരാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളിലായിരിക്കും. ഇപ്പോൾ എല്ലാ കുട്ടികളും ഒരേപോലെ സംസാരിക്കണമെന്നില്ല, ഇടപെടണമെന്നില്ല. ചില കുട്ടികൾ റിബല്ലായിട്ട് നിൽക്കും. ഈ റിബല്ലായിട്ട് നിൽക്കാനായിട്ട് കാരണങ്ങളുണ്ടാവും. അത് കണ്ടെത്താനുള്ള ക്ഷമയും സമയവും ഇവർക്ക് കൊടുക്കേണ്ടതുണ്ടല്ലേ? ഒരു ടീച്ചർ വിചാരിച്ചാൽ നശിപ്പിക്കപ്പെടാവുന്നതേ ഉള്ളൂ ഒരു കുട്ടിയുടെ ജീവിതം. ഒരുപോലെ ഡീൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല, അതല്ല വേണ്ടതും. കാരണം ഒരുപോലെ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സിസ്റ്റർ പറഞ്ഞ ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച്, ഇവൻ സമൂഹത്തിലാണെങ്കിലും നമ്മൾ ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ചാണ് നമ്മൾ അവരോട് ഡീൽ ചെയ്യുന്നത്, നമ്മൾ അവരെ സമീപിക്കുന്നതെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിരിക്കും ലഭിക്കുക. പിന്നെ എനിക്ക് തോന്നുന്നു ഈ സമൂഹത്തിൽ ഇപ്പോഴത്തെ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്കുള്ള റെസ്പോൺസിബിലിറ്റികൾ കൂടുതലാണ്. അതായത് ഒരു മൾട്ടിപ്പിൾ റെസ്പോൺസിബിലിറ്റി നമുക്ക് വരുന്നത് കൊണ്ട് തന്നെ ഒരു മൾട്ടിപ്പിൾ സ്ട്രെസ് ഫാക്ടേഴ്സ് നമുക്ക് എല്ലാവർക്കും വരുന്നുണ്ട്. അതായത് ഒരു നമ്മൾ പറയുന്നത് ഇപ്പം ഈ ഒരു ലോകമെന്ന് പറയുന്നത് പവറിൻ്റെ ഒരു ലോകമാണ്. എന്നുവെച്ചാൽ ആർക്കാണോ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത്, ആരാണോ കൂടുതൽ വേഗതയിൽ കാര്യങ്ങൾ അതായത് പവർ ആൻഡ് സ്പീഡ് എന്ന് പറയും. അപ്പം ഈ ഒരു ഫിനമിനോളജി നമ്മൾ വേറെ കുട്ടികളിലേക്ക് എല്ലാവരിലേക്കും എത്തിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കണമെന്നില്ല. എല്ലാവരും ഒരേപോലെ ഒരേ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരേ പവറിലേക്ക് വരുന്നവരോ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ പല തട്ടുകളിൽ ഉള്ളവരെ സ്വീകരിക്കാനായിട്ട് നമുക്ക് ഒന്ന് ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പം അവിടെയാണ് കുറച്ചുകൂടി നമ്മൾ പറയുന്നത് നമുക്കൊരു ഒരു എംപത്തറ്റിക് അപ്രോച്ച്, അതായത് അവരെ അറിഞ്ഞുകൊണ്ട് അല്ലെ മനസ്സിലാക്കിക്കൊണ്ട് പോകാനായിട്ടൊക്കെ ഒന്ന് വരേണ്ടതായിട്ടൊരു ആവശ്യകതയുണ്ട്. അപ്പം അല്ലെങ്കിൽ ഒരു ധാർമ്മികമായിട്ട് കുറച്ചുകൂടി മൂല്യബോധമുള്ളവർ അല്ലെ വാല്യൂ ഓറിയൻറ്റഡ് ആയിട്ടുള്ളവർക്ക് നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യങ്ങൾ. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ടീച്ചർ പറയുക ചെയ്തത്, ഒരു സ്കൂളിൽ ക്ലാസ് റൂമിൽ ഒരു ഓട്ടിസം ഉള്ള ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ആ ഒരു കുട്ടി, ഇപ്പോൾ ഓട്ടിസം ഉള്ള കുട്ടികളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അവർക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക വസ്തുവിനോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക അവസ്ഥയോടോ ഒരു വ്യക്തിയോടൊക്കെ കൂടുതൽ അടുപ്പം തോന്നും. ഈ അടുപ്പം തോന്നി അവർ വിട്ടുകളയില്ല. അതാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേക. ഇപ്പോൾ പലപ്പോഴും ഓട്ടിസമുള്ള കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ എന്തെങ്കിലും ഒരു പാവയോ ഏതെങ്കിലും ഒരു വസ്തുവൊക്കെ കാണും. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സ്ട്രെങ്ത് കൊടുക്കുന്നൊരു കാര്യമാണ്. ഇതേപോലെ ആ ഒരു ക്ലാസ് റൂമിൽ വേറൊരു കുട്ടി, ഇപ്പം ഇവനുമായിട്ട് ഈ കുട്ടിക്ക് നല്ലൊരു അടുപ്പമുണ്ട്. അപ്പം മറ്റേ കുട്ടി കൈ കഴുകി വരാനായിട്ട് കുറച്ച് സമയം താമസിച്ചു. അപ്പോൾ മറ്റേ കുട്ടി ഈ ഡിസേബിൾ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉള്ളൊരു കുട്ടിയായിട്ട് ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു ടീച്ചർ, നിനക്കെന്താടാ നേരത്തെ വന്നു കഴിഞ്ഞാൽ അവൻ ഇച്ചിരി താമസിച്ചേ വരത്തുള്ളൂ, കുഴപ്പമില്ല, നീ എന്താ വന്നില്ല എന്ന് പറയും, വഴക്കിട്ടു. ആ കുട്ടി ശകാരിച്ചു. കുട്ടി ഭയങ്കരമായിട്ടും ഡിസ്റ്റർബ്ഡ് ആയി. അന്ന് തൊട്ട് ഈ കുഞ്ഞിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ കുറയാനായിട്ട് തുടങ്ങി. അവന് ക്ലാസ്സിൽ വരുമ്പോഴൊക്കെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ. അപ്പം ഇത് ശ്രദ്ധിച്ചൊരു ടീച്ചർ എന്നോട് പറയുക ചെയ്തത്, സിസ്റ്ററെ ശരിക്കും അവനത് വലിയൊരു കാര്യമാണ് ചെയ്തത്. അതായത് മറ്റുള്ളവരുടെ ഒപ്പം ഓടിയെത്താൻ പറ്റാത്തൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് നോക്കി നിന്നു അവനെയും കൂടി ആയിട്ട് ക്ലാസ്സിലേക്ക് വന്നപ്പോഴത്തേക്കും മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് ഇവൻ അവഹേളനമാണ് കിട്ടിയത്. അപ്പോൾ അത് ഇന്നത്തെ നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു മനോഭാവമായി കഴിഞ്ഞു. കാരണം ഒരു മത്സര ബുദ്ധിയോടുകൂടി കാണുന്ന ഒരു സമൂഹത്തിൽ ആരാണോ വിജയിക്കുന്നത് അവനാണ് ശരിക്കും വിജയി എന്നുള്ള രീതിയിൽ കാണുന്ന ഒരു കാഴ്ചപ്പാട് മാറിയിട്ട് കുറച്ചുകൂടി മറ്റുള്ളവരെയും കൂടി മനസ്സിലാക്കുന്ന അല്ലെ മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്ന മറ്റുള്ളവർക്കൊരു വാല്യൂ കൊടുക്കുന്ന ഒരാൾക്ക് കൂടി
നമ്മളൊരു നമ്മൾ പറയുന്ന അവനും വിജയിച്ചവനാണെന്ന് കണ്ടെത്താനുള്ള അല്ലെ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യവും അതിനുള്ള മനോധൈര്യമൊക്കെ നമ്മുടെ ഇന്നത്തെ ഒരു സൊസൈറ്റിക്ക് ആവശ്യമാണ്. ഇങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാത്ത കുട്ടികൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ചില കുട്ടികൾ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇവർക്കൊരു ടീനേജിലേക്കൊക്കെ കടക്കുമ്പോൾ ഇവർ ഈ സ്നേഹത്തിന് വേണ്ടിയിട്ട് പല ചതികളിലേക്കും പോകുന്നുണ്ട്. ഇപ്പോൾ ഒരാളായിട്ട് കുറച്ച് അടുക്കും, ഇവരുടെ ആ ഒരു മാനസികാവസ്ഥ അത് കുറച്ച് ഇല്ലാതായി കഴിയുമ്പോൾ അടുത്തയിലേക്ക് പോവുക. അതായത് ആ ഒരു മാനസികാവസ്ഥയും അവരുടെ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു ഇത് മനസ്സിലാക്കി ഇവരെ ചതിയിലേക്ക് പെടുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ മയക്കുമരുന്നിലേക്ക് പോകുന്ന ആളുകളുണ്ട്. ഇതൊക്കെ എവിടെ മുതലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇൻസെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് പിന്നീടുള്ള അവരുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന ഒരു അഡൾട്ടൊക്കെ ആയി കഴിയുമ്പോൾ അവരുടെ പേഴ്സണാലിറ്റി ട്രെയ്റ്റിനെ അത് ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ബോർഡർ ലൈൻ, ഇമോഷണൽ അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ പറയുന്ന ചില കാറ്റഗറിയിൽ, അതായത് വ്യക്തിത്വ വൈകല്യങ്ങൾ നമ്മൾ കണ്ടെത്തുന്നത് ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് പാറ്റേണിൽ വളർന്നു വന്നവരാണ്. അതായത് ആരിൽ നിന്നാണോ അവർക്കൊരു സംരക്ഷണം ലഭിക്കേണ്ടത് അവർ പോലും അവരെ സംരക്ഷിക്കാത്തൊരവസ്ഥ. ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ പറയും ചൈൽഡ് അബ്യൂസ് ഒക്കെ നടന്ന കുട്ടികളിൽ അവരുടെ ഒരു വളർച്ചയുടെ കാലഘട്ടത്തിൽ അവരൊരു അഡൾട്ടായി കഴിയുമ്പോഴത്തേക്കും ഈ ഇങ്ങനെയുള്ള വ്യക്തിത്വ വൈകല്യങ്ങളിലേക്ക് അവർ പോകാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ് പിന്നീട് ഒരു വ്യക്തിക്ക് വ്യക്തിത്വ വൈകല്യങ്ങളിലേക്ക്, പല തരത്തിലുള്ള അഡിക്ഷനിലേക്ക്, അല്ലെങ്കിൽ ആൻറ്റി സോഷ്യൽ, അതായത് സാമൂഹ്യ വിരുദ്ധ മനോഭാവങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ വഴിതെളിക്കുന്നുണ്ട്. ഒരു ചോദ്യം കൂടി, അതായത് നമ്മുടെ ഈ മാതാപിതാക്കൾ ഇപ്പോൾ കുട്ടികൾ ഉണ്ടായി എന്ന് കരുതി ഇവർക്ക് ഒരു ജോലി നഷ്ടപ്പെടുത്താനോ, ചിലപ്പോൾ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ഡേ കെയറിലൊക്കെ കൊണ്ടുപോയി ആക്കിയിട്ട്, പക്ഷെ ഇവർക്ക് ആ ജോലി നഷ്ടപ്പെടുത്താൻ പറ്റില്ല. കുഞ്ഞുങ്ങളെ നോക്കും വേണം, സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയും ആവശ്യമാണ്. അപ്പോൾ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ചില എങ്ങനെയാണ് ഇങ്ങനെയുള്ള കുട്ടികളെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, അവർക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും? തീർച്ചയായിട്ടും ഇപ്പോൾ മിസ് പറഞ്ഞ പോലെ പല കാര്യങ്ങളും ഇന്നവിറ്റബിൾ ആണ്, ഒഴിവാക്കാൻ പറ്റാത്തതാണ്. കാരണം ഒരു സാമ്പത്തികമായിട്ടുള്ള സുസ്ഥിതി ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കുടുംബവും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമൊക്കെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ പരമാവധി ഈ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇപ്പം എല്ലാ ദിവസവും തന്നെ വിളിക്കുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഗ്രാൻഡ് പേരൻസ് ഉണ്ടായിരിക്കും, അപ്പോൾ അവരുമായിട്ടൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കാനായിട്ടൊക്കെ ആ ഒരു ക്വാളിറ്റി ടൈം എടുക്കാനായിട്ട് നോക്കുക. പിന്നെ അതോടൊപ്പം തന്നെ നമുക്കറിയാം കുഞ്ഞുങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ, ഇപ്പം ചോയ്സിൻ്റെ ഒരു കാലഘട്ടമാണ്. നമുക്ക് ഒന്നോ രണ്ടോ കളിപ്പാട്ടങ്ങൾ അല്ലെ ഒന്നോ രണ്ടോ ഡ്രസ്സുകളോ ഉണ്ടായിരുന്നൊരു കാലഘട്ടമൊക്കെ മാറിയിട്ട് എന്തും ഏതും എന്നുള്ളത്, അപ്പം അത് കുട്ടികൾക്ക് വിലയില്ലാതായി പോകുന്നുണ്ട്. അപ്പം കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം, ഓരോ കാര്യത്തിനും വിലയുണ്ട്, അല്ലെങ്കിൽ ഓരോന്നിൻ്റെയും വാല്യൂ മനസ്സിലാക്കുന്നതായിട്ടുണ്ട്. പിന്നെ ഇതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഇപ്പം ഫാമിലിയിൽ കിട്ടുന്ന ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ മാതാപിതാക്കൾ അടുത്തില്ല, ഇങ്ങനെയുള്ളൊരു കുട്ടികൾ സ്കൂളിലേക്കോ അല്ലെ പൊതുരംഗത്തേക്കൊക്കെ വരുമ്പോൾ ഈ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ടീച്ചേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾ, പിയർ ഗ്രൂപ്പ്സ് ഇടപെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നോക്കുക. പിന്നെ ഇപ്പോൾ ഒരു ചില സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്, ചില കുട്ടികളെ ബോർഡിംഗ് സ്കൂൾ അല്ലെങ്കിൽ ഒരു ഹോസ്റ്റലിലേക്കൊക്കെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അവർക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ടല്ലോ. അപ്പം ഞങ്ങളുടെ ഒരു സാമീപ്യത്തിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് 1-2 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് മാതാപിതാക്കൾ വന്നാൽ മതി എന്നൊക്കെയുള്ളത്. അതൊക്കെ മാറ്റിയിട്ട് പറ്റുന്നിടത്തോളം, സാധിക്കുന്നിടത്തോളം കുഞ്ഞുങ്ങളുമായിട്ട് ഇടപഴകാനുള്ള സമയങ്ങൾ, അവധിക്കാലങ്ങൾ ചിലവഴിക്കാനായിട്ട് നോക്കുക. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഞങ്ങളുണ്ട്, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുന്നതായിട്ടും എല്ലാം മനസ്സിലാക്കി കൊടുക്കുന്നതായിട്ടൊക്കെ നമ്മൾ അത് പറഞ്ഞു കൊടുക്കുക. ഇതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ട ഈ അറ്റാച്ച്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഇതാണ് പലപ്പോഴും വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനം. കാരണം ദൈവത്തെ നമ്മൾ കാണുന്നതും ദൈവികമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുന്നതും നമ്മുടെ ചൈൽഡ്ഹുഡിൽ ലഭിച്ചിരിക്കുന്ന മാതാപിതാക്കളുമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻ്റ് ആണ്. ഇപ്പോൾ തീർച്ചയായിട്ടും ഇത് പറഞ്ഞപ്പോഴാണ് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് പലരുടെ അടുത്ത്, ഇപ്പം പാരൻസൊക്കെ ദൂരാണെങ്കിൽ ഇപ്പോൾ ഫോൺ വിളിച്ചൊക്കെ സംസാരിച്ച് ഒരു ചെറിയ പ്രാർത്ഥനയോടുകൂടെ ആ കൊച്ചിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ
ഒരു നന്മ നിറഞ്ഞ പറഞ്ഞ പ്രാർത്ഥനയെങ്കിലും ചൊല്ലുമ്പോൾ അവിടെ വേറൊരു പ്രത്യേക ഒരു പോസിറ്റീവ് അറ്റാച്ച്മെൻറ്റ് വരുന്നുണ്ട്. കാരണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ കൂടുതലായിട്ട് ആ ഒരു പ്രാർത്ഥനയുടെ ശക്തിയും ഈ കുട്ടികൾ അനുഭവിക്കാൻ തുടങ്ങും. വിദൂരങ്ങളിലാണെങ്കിൽ പോലും അവർക്ക് ആ സാമീപ്യവും സാന്നിധ്യമൊക്കെ അനുഭവിക്കാനായിട്ട് സാധിച്ചു. പല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥിച്ച് സിസ്റ്റർ പറഞ്ഞതിനോട് ചേർത്ത് പറയുകയാണ്. ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്, എൻ്റെ അടുക്കൽ അതായത് വിദേശത്താണ്, മാതാപിതാക്കൾ വിദേശത്താണ്. പക്ഷേ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു. പക്ഷേ എങ്കിലും അവർ ഒരു ജസ്റ്റ് ഒരു കൺസൾട്ടേഷൻ എന്നുള്ള രീതിയിൽ വന്നു. അപ്പോൾ ഞാനും ചോദിച്ചു, ഇപ്പം അച്ഛനും അമ്മയും കൂടെ ഇല്ല, ഗ്രാൻഡ് പാരൻസാണ് വളർത്തുന്നത്. അപ്പോൾ ഇത്രമാത്രമേ ഒരു കുഞ്ഞിൽ ആ സ്വഭാവത്തിലുണ്ടാകുന്ന ആ ഒരു മോഡിഫൈഡ് ആയിട്ട്, അല്ലെങ്കിൽ നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള എന്തുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ മാതാപിതാക്കൾ പറഞ്ഞൊരു കാര്യമാണ്, സിസ്റ്ററെ ഞങ്ങൾ പറയാറുണ്ട്, ഞങ്ങൾ വിദേശത്താണെങ്കിലും നിന്നെ നോക്കാനായിട്ട് ദൈവവും ഈശോയും മാതാവും വിശുദ്ധരും ഒക്കെ കൂടെയുണ്ട്, കാവൽമാല ഒക്കെ കൂടെയുണ്ട്. അപ്പോൾ നിനക്ക് നിൻ്റെ കൂടെ ആയിട്ട് ഇത്രയും പേരുള്ള ഒരു ജീവിതമാണ് നീ കൊണ്ടുപോകുന്നതെന്ന്. അപ്പോൾ അത് കുഞ്ഞിനെ ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഇല്ലായ്മയുടെ ലോകത്ത് വളരുന്നു എന്നതിനേക്കാൾ എല്ലാവരും ഉണ്ടെനിക്ക് എന്നൊരു ബോധ്യം കൊടുക്കാനായിട്ട് നമ്മുടെ സമൂഹവും പ്രത്യേകിച്ച് നമ്മുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളും വിശ്വാസ മേഖലയുമെല്ലാം, വിശ്വാസ തലങ്ങളെല്ലാം അതിനു വേണ്ടിയിട്ട് വളരണം, ഉണരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മനം തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിനും സിസ്റ്റർ വിമൽ റോസിനും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്ത ആഴ്ച പുതിയൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി.